ഇപ്പോൾ റിയ ബേബി ചേരുന്നു കസ്റ്റംസ് ഓഫീസിൽ നിന്നും. റിയ, ഇക്കാര്യത്തിൽ അമിത് ചക്കാലക്കർ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. തൻ്റെ വാഹനങ്ങളെല്ലാം തനിക്കിതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നു. രേഖകൾ നേരത്തെ ഉണ്ടായിരുന്ന ഉടമസ്ഥരുടെ സഹിതം രേഖകളടക്കം സമർപ്പിച്ചിട്ടുണ്ട് എന്നുമാണ് പറയുന്നത്. കൊണ്ടുപോയ മറ്റ് വാഹനങ്ങളുടെ രേഖകൾ സംബന്ധിച്ച് തനിക്കറിയില്ല, അത് തൻ്റെ സുഹൃത്തുക്കളാണ്, അവരുടെ വാഹനങ്ങളാണ്, തൻ്റെ ഉടമസ്ഥയിലുള്ളതല്ല എന്നാണ് പറയുന്നത്. പക്ഷെ അപ്പോഴും ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. ഇതിൽ NIA-യും ED-യും കൂടി ഇതിലേക്ക് വരികയാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട്. കസ്റ്റംസ് എന്താണ് നിലവിൽ പറയുന്നത്? വിശദവിവരങ്ങൾ എന്തൊക്കെ റിയ? ഇക്കാര്യത്തിൽ കസ്റ്റംസ് എടുത്തിരിക്കുന്ന നിലപാട് രേഖകൾ വിശദമായി തന്നെ പരിശോധിക്കും. പക്ഷേ ഈ വാഹനങ്ങൾ ഈ ഉടമസ്ഥർക്ക് വേണമെങ്കിൽ സൂക്ഷിക്കാം. പക്ഷേ അത് പുറത്തിറക്കാനോ മറ്റു കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യാനുള്ള അനുവാദം കസ്റ്റംസ് നൽകുന്നില്ല. ഒരു സേഫ് കസ്റ്റഡി എന്ന രീതിയിൽ വാഹന ഉടമകൾക്ക് വേണമെങ്കിൽ സൂക്ഷിക്കാം. പക്ഷേ കസ്റ്റംസ് ഇക്കാര്യത്തിൽ പറയുന്നത് അമിത്തിന്റെ കൈവശം കുറച്ചധികം വാഹനങ്ങളുണ്ട്. അമിത് പറയുന്നത് അത് തൻ്റെ സുഹൃത്തുക്കളുടേതാണ്, തൻ്റെ വർക്ക്ഷോപ്പിലുള്ളതാണ് എന്നതൊക്കെയാണ്. അതാണ് അമിത്തിന്റെ വിശദീകരണം. കസ്റ്റംസിന്റെ ഒരു സംശയം എന്ന് പറയുന്നത് അമിത് ഈ ഇടനിലക്കാരുമായി അടുത്ത് ബന്ധം പുലർത്തിയിരിക്കുന്ന ആളാണ് എന്നൊരു സംശയം കസ്റ്റംസിനുണ്ട്. അത് ഈ കൂടുതൽ വാഹനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് കൂടിയാണ്. അതുകൊണ്ടാണ് ഇതിന്റെ കൂടുതൽ രേഖകളടക്കം കസ്റ്റംസ് ആവശ്യപ്പെടുന്നത്. ദുൽഖറിന്റെ പക്കൽ നിന്നും അതോടൊപ്പം തന്നെ അമിത്തിന്റെ പക്കൽ നിന്നും ഈ വാഹനങ്ങളുടെ രേഖകളടക്കം പരിശോധിക്കാനുള്ളൊരു നീക്കമാണ് കസ്റ്റംസ് നടത്തുന്നത്. ഇതിൽ നോട്ടീസ് നൽകി ഈ 2 പേരെ, ഇവരെ മാത്രമല്ല മറ്റു വ്യവസായികളെ അടക്കം നോട്ടീസ് നൽകി വിളിച്ചു വരുത്താനുള്ളൊരു നീക്കം കൂടി വരും ദിവസങ്ങളിൽ കസ്റ്റംസ് നടത്തും. ഇതിൽ പ്രധാനമായും കസ്റ്റംസ് കണക്കാക്കുന്നത് ഈ ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവന്ന വാഹനങ്ങൾ അതിവർ കസ്റ്റഡിയിൽ വെച്ച സാഹചര്യം എന്താണ്, ഇവർ ഏത് തരത്തിലാണ് ഇതിന്റെ നികുതി ഇടപാടുകളും മറ്റുമൊക്കെ നടത്തിയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ കസ്റ്റംസ് പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദുൽഖറിന്റെ കൈവശം മറ്റു 2 വാഹനങ്ങൾ കൂടി ഇത്തരത്തിൽ എത്തിച്ചതുണ്ട് എന്നതാണ് കസ്റ്റംസ് കണക്ക് കൂട്ടുന്നത്. ആ 2 വാഹനങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ, അതൊരു നിസാൻ പെട്രോൾ വാഹനം Y60 Y61, ഈ 2 വാഹനങ്ങളാണ് കസ്റ്റംസ് സംഘം ദുൽഖറിനോട് ആവശ്യപ്പെട്ടത്. അത് പക്ഷേ തന്റെ പക്കലില്ല, തന്റേതല്ല എന്നതാണ് ദുൽഖർ വിശദീകരിച്ചത്. പക്ഷേ ഈ 2 വാഹനങ്ങൾ ദുൽഖറിന്റെ സിനിമകളിലടക്കം ഉപയോഗിച്ചതാണ്. അതിന്റെ വിശദാംശങ്ങൾ കൂടി ദുൽഖറിൽ നിന്ന് കസ്റ്റംസ് സംഘം തേടുന്നുണ്ട്. എന്താണ് അത്, ആരുടെ പക്കലുള്ളതാണ്, ആരുടെ രജിസ്ട്രേഷനിലുള്ളതാണ് തുടങ്ങിയ കാര്യങ്ങളാണ് കസ്റ്റംസ് സംഘം തേടുന്നത്. അങ്ങനെ കസ്റ്റംസിന്റെ പക്കലുള്ള വിവരങ്ങൾ അനുസരിച്ചുള്ള വാഹനങ്ങൾ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളിലേക്ക് അന്വേഷണം നീക്കാനാണ് കസ്റ്റംസ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് വിപുലമായൊരു അന്വേഷണം കസ്റ്റംസ് സംഘം കണക്കുകൂട്ടുന്നുണ്ട്. ഇടനിലക്കാർ ആരൊക്കെ എന്നതിലേക്ക് അന്വേഷണം നീങ്ങും. ഈ വാഹന ഉടമകൾക്ക് ഇടനിലക്കാരുമായി ബന്ധമുണ്ടോ, ഇവരുടെ അറിവോടെയാണോ ഈ വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്ന് അനധികൃതമായി നികുതി വെട്ടിപ്പടക്കം നടത്തി വ്യക്തമായി അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ് ഇത്.